വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രഷർ അപ്പിടാൻ പഠിപ്പിക്കുന്ന ഭയങ്കര ഒരു ട്രോമയായിരിക്കും കേട്ടോ. അവസാനം സൊസൈറ്റി പ്രഷർ നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യരുത്. മന്ത് പറഞ്ഞാൽ അപ്പം തന്നെ അനുസരിക്കാൻ ഇതൊരു AI റോബോട്ട് അല്ല. അന്നേരമാണ് ആൾക്ക് അപ്പിടണം എന്ന് പറയുന്നത്. നമ്മൾ 3 വയസ്സിൽ പൊട്ടി ട്രെയിനിങ് തുടങ്ങണം, 2 വയസ്സിൽ പൊട്ടി ട്രെയിനിങ് തുടങ്ങണം, 1 വയസ്സിൽ പൊട്ടി ട്രെയിനിങ് തുടങ്ങണം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ എൻ്റെ മോൾക്ക് എങ്ങനെ പൊട്ടി ട്രെയിനിങ് കൊടുത്തു എന്നാണ് ഞാൻ ഇതിൽ പറയാൻ പോണത്. എനിക്ക് പൊട്ടി ട്രെയിനിങ് ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ മോൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എളുപ്പം മീൻസ് ആ ഒരു പ്രൊസീജിയർ കുറച്ചധികം പാടാണെങ്കിലും ഫൈനൽ റിസൾട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. അതിന് നമുക്ക് ആദ്യം വേണ്ടത് പേഷ്യൻസ് ആണ്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് പേഷ്യൻസ് മസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷെ എൻ്റെ മോൾക്ക് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള അമ്മമാർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യണേ. സോ ഇത് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യൂ കേട്ടോ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, സൊസൈറ്റി പ്രഷർ നമ്മൾ ഇങ്ങോട്ട് എടുക്കരുത്. കാരണം അവരവരുടെ ഒരു രീതിയിലായിരിക്കും അവർ പറയുക. അവർ ചിലപ്പോൾ ഓരോ പിള്ളേരും ഇൻഡിവിജ്വൽ സ്വഭാവമുള്ളവരാണ്. സോ എൻ്റെ മോൾക്ക് ഇപ്പോൾ ചെയ്തത് നിങ്ങളുടെ മക്കൾക്ക് ചെയ്താൽ പറ്റിയെന്ന് വരില്ല. സോ അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയണു എന്ന് മാത്രം കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് എന്താണോ നല്ലതെന്ന് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ, സൊസൈറ്റി പ്രഷർ നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യരുത്. കാരണം എനിക്ക് എൻ്റെ മോൾക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യൻസ് നമുക്ക് പമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ ഭയങ്കര വലിയ പ്രശ്നമാണ്. അപ്പോൾ പമ്പേഴ്സ് ഇടാണ്ട് നമ്മൾ വെറും അണ്ടർവെയറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിള്ളേരാണ് ചിലപ്പോൾ മൂത്രമൊഴിക്കും, ചിലപ്പോൾ അപ്പിടും, ലൈക്ക് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ സാധിക്കും. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രഷർ അപ്പിടാൻ പഠിപ്പിക്കുന്ന. ഈ അപ്പിടാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മനുഷ്യ കുഞ്ഞാണ്, AI റോബോട്ടല്ല. നമ്മൾ കമാൻഡ് പറഞ്ഞാൽ അപ്പം തന്നെ അനുസരിക്കാൻ ഇതൊരു AI റോബോട്ടല്ല. നമ്മൾ അതൊരു കമാൻഡ് പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാവണം. അത് അവർ ഇതിനുള്ളിൽ ഫീഡ് ചെയ്തിട്ട് അടുത്ത തവണ നമ്മൾ അടുത്ത കമാൻഡ് പറയുമ്പോൾ അതിനനുസരിച്ച് അവർ മൂവ് ചെയ്യണം. നമ്മൾ പെട്ടെന്നൊരു കാര്യം പറയുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സൊസൈറ്റി തരുന്ന ഒരു പ്രഷർ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അത് അവർക്ക് ഭയങ്കര ഒരു ട്രോമയായിരിക്കും കേട്ടോ. അവസാനം ഞാൻ കുറേ സ്റ്റഡീസ് ഞാൻ എൻ്റെ രീതിയിലാണ് പൊട്ടി ട്രെയിനിങ് കൊടുത്തത്. പക്ഷെ ഞാൻ കുറേ ഇങ്ങനെ റിസർച്ച് ചെയ്തു. അപ്പോൾ ഒരുപാട് പിള്ളേർക്ക് ഒരു ട്രോമ പോലെ ആയിട്ടുണ്ടോ ഈ ബാത്റൂമിൽ പോലൊക്കെ. കാരണം അതങ്ങനെയാണ്. നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്താൽ അല്ലെങ്കിൽ അവിടെ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവർ കൂടുതൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ചെറിയ കുഞ്ഞ് മനസ്സില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് 1 വയസ്സായപ്പോൾ 1 വയസ്സ് വരെ ഞാൻ അങ്ങനെയൊന്നും അവളെ എവിടെ ഇട്ടാലും ഞാൻ പോയി തുടച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ കൊണ്ട് പറയിപ്പിച്ചു. അതായത് അപ്പിട്ടതിന് ശേഷം അതായത് അവൾ അപ്പിട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറയും അപ്പിട്ടതിന് ശേഷം പറഞ്ഞോളൂട്ടാ എന്ന് പറയും. അതുപോലെ സൂസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും സൂസ് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂട്ടാ അമ്മോടെന്ന് പറയും. കാരണം ഇവളുടെ യൂറിൽ തന്നെ ചവിട്ടിട്ട് ഞാൻ പലതവണ വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ പറഞ്ഞ് കൊടുത്തു, കാരണം അമ്മ വീടിന് കണ്ടോ, അപ്പോൾ സൂസ് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഒരു 2, 3, 4 ആഴ്ച അങ്ങനെ പറഞ്ഞ് അവൾ അവസാനം അപ്പിട്ടാലും ശൂഷ് വെച്ചാലും പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഞാൻ അടുക്കളയിലൊക്കെ പണി ചെയ്യുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അത് പമ്പേഴ്സ് ഇട്ടുണ്ടാവില്ല, ഇവിടെ തന്നെ സാധിച്ചിട്ടുണ്ടാവും, ലൈക്ക് റൂമിൻ്റെ ഉള്ളിൽ തന്നെ സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നോട് വന്നിട്ട് പറയും അമ്മ സൂസ് ഒഴിച്ചു, അമ്മ അപ്പിത്തു എന്ന് പറയും. അപ്പോൾ ഞാൻ വന്ന് തുടച്ച് കഴുകി എല്ലാം സെറ്റാക്കി കൊടുക്കും. അങ്ങനെ ഒരു വർഷം ഫുള്ള് പോയിട്ടോ. അതിനിടയ്ക്ക് അച്ഛനമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇവിടെ നിപ്പിലൊക്കെ ചോദിക്കും അച്ഛനമ്മ പഠിപ്പിക്കുന്നു. ഞാൻ അവരോട് ഓക്കെ എന്ന് പറയുള്ളൂ. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് പയ്യെ ടൈം കൊടുക്കണം. അപ്പോൾ അവർ വിഷമിപ്പിക്കുന്നില്ല, ഞാൻ ഓക്കെ എന്ന് പറയും. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ടൈം ഉണ്ടല്ലോ, ഓരോ ടൈമിനനുസരിച്ചിട്ട് പയ്യെ പഠിപ്പിക്കാൻ നല്ലതാണ്. അപ്പോൾ ഒരു വർഷം ഫുള്ള് കഴിഞ്ഞു, 2 വയസ്സായി. 1 വയസ്സ് ഫുള്ള് അങ്ങനെ കൊണ്ടുപോയി 2 വയസ്സായി. 2 വയസ്സായപ്പോൾ 2 വയസ്സ് ഇപ്പോൾ 2 വയസ്സ് 3 മാസമായിട്ടോ അവൾക്ക്. അപ്പോൾ 2 വയസ്സായപ്പോൾ 2 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പയ്യെ പഠിപ്പിച്ച് തുടങ്ങി. അതായത് ശൂഷ് വയ്ക്കാനായിട്ട് മുന്നേ അമ്മോട് പറഞ്ഞോളൂ കേട്ടോ. ശൂഷ് വയ്ക്കാനായിട്ട് മുന്നേ പറയണേ, അപ്പിടാനായിട്ട് മുന്നേ പറയണേ. എന്നാലും പറയൊന്നുമില്ല, സാധിച്ചതിന് ശേഷമാണ് പറയാം. അങ്ങനെ അന്ന് ആ സമയത്ത് നാട്ടിലായിരുന്നു. അങ്ങനെ പയ്യെ അമ്മയും അച്ഛനും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ശൂഷ് വയ്ക്കാനായിട്ട് മുന്നേ പറ, അപ്പിടാനായിട്ട് മുന്നേ പറയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്കൊരു ഉപകാരമായിട്ടോ. കാരണം ഞാൻ വിചാരിച്ചിരുന്ന ഡ്യൂറേഷനിലാണ് അവളെ നാട്ടിലെത്തിയത്. ലൈക്ക് ഞാൻ പഠിപ്പിക്കാമെന്ന് വിചാരിച്ച ഡ്യൂറേഷനിലാണ് അവൾ നാട്ടിലെത്തിയത്. അപ്പോൾ ആ ഒരു സമയത്താണ് അച്ഛനമ്മയ്ക്കും അവളെ കിട്ടിയത്. അപ്പോൾ അവൾക്ക് ആ കമാൻഡ് കറക്റ്റ് കിട്ടി.
അല്ലാണ്ട് ഫസ്റ്റ് തന്നെ മൂത്രം വയ്ക്കണത് ശൂഷ വയ്ക്കണത് പറയണം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ലൈക്ക് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ കേട്ടോ. എനിക്കറിയില്ല അത് കറക്റ്റാണോ ഇല്ലയെന്ന്. പക്ഷേ എനിക്കത് ശരിയായി. ഇത് ശരിയാണോ അല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈയൊരു റൂട്ട് ഫോളോ ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര എളുപ്പമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഇവള് അപ്പിടുമ്പോൾ പറയില്ല. അങ്ങനെ ഞാൻ കുറച്ചധികം നാൾ പറഞ്ഞ് ഇവിടെ അപ്പിടാനായിട്ട് മുന്നേ പറഞ്ഞു തുടങ്ങി. അപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ അവൾ പറഞ്ഞു തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പൊട്ടിയുടെ ഒരു കുട്ടികളുടെ ഒരു ഡക്ക് പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തു, ഇതാണ് അപ്പിടണ പാത്രം, സൂസ് വയ്ക്കണ പാത്രം, അപ്പിടുമ്പോഴും സൂസ് വയ്ക്കുമ്പോഴും ഇവിടെ വന്നിരുന്നോളോട്ടാന്ന് 2-3 തവണ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റത്തെ തവണ എന്നോട് പറഞ്ഞ് അവൾ എന്നെ വലിച്ച് കൊണ്ടുപോകുമ്പോഴേക്കും അവൾ അവിടെ അപ്പിട്ടു. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് കൊടുത്തു. നമ്മൾ ഒരിക്കലും ഷൗട്ട് ചെയ്യരുത് കേട്ടോ, നീ എന്തിനാ ഇവിടെ ഇട്ടേ, നീ എന്തിനാ അവിടെ മൂത്രം വെച്ചൊന്നും ഷൗട്ട് ചെയ്യരുത്. ഓക്കെ, ഞാൻ തുടച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവൾക്ക് വീണ്ടും അപ്പിടാൻ തോന്നി. അപ്പോൾ അപ്പിടാൻ വേഗം അവൾ ആ പാത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് വേഗം അവൾ ചെന്നു. പക്ഷെ ചെന്ന് അവൾ തന്നെ എടുക്കും, അവൾ എടുത്തില്ല, ഞാൻ എടുത്ത് കൊടുക്കുമ്പോഴേക്കും അവൾ ആ അടുത്ത് വെക്കലും അതിലേക്ക് കയറുന്നതായിട്ട് മുന്നേ അവൾ അപ്പിട്ടു. അപ്പോൾ ഞാൻ തുടച്ചു കൊടുത്തു. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അവൾ തന്നെ, ഞാൻ സത്യം അതിശയിച്ചു പോയിട്ടോ, അമ്മ അപ്പിടണമെന്ന് പറഞ്ഞ് ആ സമയത്ത് ഞാനത് മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് അവൾക്ക് അപ്പിടണമെന്ന് പറയുന്നത്. ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ കൈ എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ എനിക്ക് വെപ്രാളായി. അപ്പോൾ ഞാൻ വേഗം കൈ കഴുകി ചെല്ലുമ്പോഴേക്കും അവൾ പാത്രം എടുത്ത് അണ്ടർവെയർ അവൾ തന്നെ ഊരി പാത്രത്തിലിരുന്ന് അപ്പിട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് കിളി പോയി. എനിക്ക് ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു, അത്ര സന്തോഷമായി. അങ്ങനെ അപ്പിട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ, അവരിത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഞാൻ നല്ലോണം കൈയടിച്ച് അയ്യോ ചക്കരക്കുട്ടി, സുന്ദരിക്കുട്ടി, അപ്പിട്ടല്ലോ, ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് കുറേ കൈയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് എന്നിട്ട് തുടച്ചു കൊടുത്തു. കഴിഞ്ഞു. ഇപ്പോൾ അവൾക്ക് എപ്പോൾ അപ്പിടണമെന്ന് തോന്നിയാലും ശൂഷ വയ്ക്കണമെന്ന് തോന്നിയാലും ചില സമയത്ത് അവൾ ഓവർ വെള്ളം കുടിച്ചിട്ട് അവൾ ചിലപ്പോൾ കൺട്രോൾ പോയിട്ട് നമ്മൾ അറിയാണ്ട് അങ്ങനെ പോവും. അല്ലാതെ ശൂഷ വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തന്നെ, ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല, അവൾ തന്നെ അണ്ടർവെയർ ഊരി അവൾ തന്നെ ആ പാത്രം പോയിട്ടെടുത്ത് വന്നിരിക്കും. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷേ ചെയ്യുന്നുണ്ട് അവൾ. ഇതിങ്ങനെ ഞാൻ ഫോളോ ചെയ്ത് കാരണമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പോട്ടി ട്രെയിനിങ് ഭയങ്കര എളുപ്പമായിരുന്നു. ഫസ്റ്റ് ഒരു വർഷം ഇങ്ങനെ പഠിപ്പിച്ചു. അപ്പിടുമ്പോഴും സൂസ് വയ്ച്ചതിന് ശേഷം പറയണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ചു. പിന്നെ 2 വയസ്സായപ്പോൾ ഞാൻ അങ്ങനെ അപ്പിടുന്നതായിട്ട് മുന്നേ പറഞ്ഞോളൂ, സൂസ് വയ്ക്കാനായിട്ട് മുന്നേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ചു. പിന്നെ ഞാൻ പാത്രം കാണിച്ചു കൊടുത്തു, ഇതിലിരുന്നോളോട്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് ഒട്ടും ഓരോരുത്തരെയും സ്റ്റോറീസ് കേൾക്കുമ്പോൾ ഭയങ്കര ബേർഡനായിട്ടാണ്. അയ്യോ കുട്ടിക്ക് പോട്ടിട്ടുണ്ടെങ്കിൽ, അയ്യോ കുട്ടിക്ക് ശൂഷ വയ്ക്കണം, അയ്യോ അങ്ങനെ എന്നൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. സോ ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. എനിക്കിത് സക്സസ് ആയിട്ടോ, ലൈക്ക് ഓരോ പിള്ളേരും ഒരു രീതിയാണ്, അതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ ഒരു സക്സസ് സ്റ്റോറി എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ എനിക്കൊരു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജോലി ചെയ്യുന്ന സമയത്തൊക്കെ. ഇവിടെ അപ്പിടാണെങ്കിൽ പോയി തുടച്ചു കൊടുത്ത് ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അവിടെ പോയിട്ട് അപ്പിട്ടിട്ട് അമ്മ അപ്പിത്തു എന്ന് പറയും, അല്ലെങ്കിൽ അമ്മ സൂസ് ഒഴിച്ചു എന്ന് പറയും. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത പോട്ടി ട്രെയിനിങ്, ഞാൻ എൻ്റെ മോൾക്ക് കൊടുത്ത പോട്ടി ട്രെയിനിങ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഫസ്റ്റ് തന്നെ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്ത പിള്ളേർക്കും അത് ബുദ്ധിമുട്ടാവും, നമുക്കും അത് ബുദ്ധിമുട്ടാവും. നിങ്ങൾ വേറെ ആരുടെ ലൈക്ക് അഡ്വൈസസോ അല്ലെങ്കിൽ ഒന്നും എടുക്കണ്ട. നിങ്ങൾക്ക് എന്താണോ ശരി അത് തന്നെ ചെയ്യുക, അത് സക്സസ് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഓരോ സ്റ്റോറീസ് വായിക്കും, ഓരോ ഇൻസ്റ്റയിലൊക്കെ ഓരോ ഡോക്ടേഴ്സിനെ ഫോളോ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യണം, 3 വയസ്സിൽ പോട്ടി ട്രെയിനിങ് തുടങ്ങണം, 2 വയസ്സിൽ പോട്ടി ട്രെയിനിങ് തുടങ്ങണം, 1 വയസ്സിൽ പോട്ടി ട്രെയിനിങ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഓരോ ഡോക്ടേഴ്സും ഓരോ തരമാണ്. അപ്പോൾ നമുക്കിത് ഏത് വിശ്വസിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ഞാൻ എൻ്റെ സ്വന്തം ഒരു വേ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. സക്സസ് ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.